നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഒരു ബസ് ഡ്രൈവർ, കേവലം ഒരു ബസ് ഡ്രൈവർക്ക് അദ്ദേഹത്തിന്റെ ജീവിതകാലം മുഴുവനുള്ള സമ്പാദ്യം കൂട്ടിവെച്ചു കഴിഞ്ഞാൽ എത്ര രൂപ സമ്പാദ്യം ഉണ്ടാകും? ഒരു കോടി അല്ലെങ്കിൽ ഒരു 2 കോടി അങ്ങനെയൊക്കെയാണ് നമ്മൾ കരുതിയതെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് പശ്ചിമ ബംഗാളിൽ നിന്ന് പുറത്തു വരുന്നത്. അതായത് കേവലം ഒരു ബസ് ഡ്രൈവറായിട്ടുള്ള യുവാവിന്റെ വീട്ടിൽ നിന്ന് ചില സംശയങ്ങളുടെ അടിസ്ഥാനത്തിൽ റെയ്ഡ് നടക്കുന്നു. ആ റെയ്ഡിൽ കണ്ടെത്തിയത് കോടിക്കണക്കിന് രൂപയുടെ വിലമതിപ്പുള്ള സ്വർണങ്ങളും കോടിക്കണക്കിന് രൂപയും. ഞെട്ടിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ നിന്ന് ഇത്തരം ഒരു വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. പശ്ചിമ ബംഗാളിൽ മുൻ ബസ് ഡ്രൈവറുടെ വീട്ടിൽ നിന്ന് നോട്ടുകൂമ്പാരങ്ങൾ കണ്ടെത്തിയതിന്റെ ഞെട്ടലിലാണ് പോലീസും. എന്തായാലും സംഭവത്തിൽ എവിടെ നിന്നാണ് ഇയാൾക്ക് ഇത്ര വലിയ തുകയും സ്വർണവും ഒക്കെ ലഭിച്ചിരിക്കുന്നത് എന്നതിന്റെ ഉറവിടം തേടുകയാണ് പോലീസ്. ഇതുവരെ അതിനൊരു കൃത്യമായിട്ടുള്ള എവിഡൻസ് കിട്ടിയിട്ടില്ല. ബിർദൂം സ്വദേശിയായ മിനാർ മൊണ്ടാലിന്റെ വീട്ടിൽ നിന്നാണ് 28 കോടിയോളം രൂപയും 21 കോടി രൂപ വിലമതിക്കുന്ന 15 കിലോ സ്വർണവും കണ്ടെടുത്തിരിക്കുന്നത്. വൻ തുക ഇത്തരത്തിൽ കണ്ടെത്തിയ സംഭവവുമായി ബന്ധപ്പെട്ട് മിനാർ മൊണ്ടലിനെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. നോട്ടുകൾ എണ്ണിത്തിട്ടപ്പെടുത്തുന്നതിനിടെ 5 മെഷീനുകൾ കേടായി എന്ന് പറയുമ്പോൾ, അത്രമാത്രം നോട്ടുകൾ അയാളുടെ വീട്ടിൽ സൂക്ഷിച്ചിരുന്നു എന്ന് പറയുമ്പോൾ എവിടെ നിന്നാണ് ഇത്രയും വലിയ തുക ലഭിച്ചത് എന്നുള്ളൊരു ആശങ്ക പോലീസിനുമുണ്ട്. എന്തായാലും അന്വേഷണം തകൃതിയായി നടക്കുന്നു എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. മുൻ തൃണമൂൽ കോൺഗ്രസ് നേതാവ് അനുബ്രത മൊണ്ടലിന്റെ അനുയായികളും കരിങ്കല്ലി വ്യാപാരിയുമായിട്ടുള്ള ടുളു മൊണ്ടലിന്റെ ബന്ധുവാണ് അറസ്റ്റിലായിട്ടുള്ള മിനാർ മൊണ്ടൽ എന്നാണ് നിലവിലത്തെ സൂചനകൾ. പണവും സ്വർണവും ടുളു മൊണ്ടലിന്റെയും അദ്ദേഹത്തിന്റെ അധികൃത സിൻഡിക്കേറ്റുകളുടേതുമായേക്കാം എന്നുള്ള സൂചനകൾ ഈ പോലീസിനുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ നടത്തുമ്പോൾ, ചോദ്യം ചെയ്യൽ നടത്തുമ്പോൾ പോലീസിനോട് അതാണ് എന്നുള്ള തരത്തിൽ മിനാർ സമ്മതിച്ചതായിട്ടുള്ള സൂചനകളും പുറത്തു വരുന്നു. എന്തായാലും ഇയാൾക്ക് ടുളു മണ്ഡലിന്റെ കരിങ്കല്ല് ക്വാറികളെയും ക്രഷിംഗ് യൂണിറ്റുകളെയും ബന്ധമുണ്ട് എന്ന തരത്തിൽ പോലീസിന് മനസ്സിലാക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വിവരം. അതേസമയം റെയ്ഡ് നടത്താനുള്ള യഥാർത്ഥ കാരണം എന്താണ് എന്നത് പോലീസ് ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. കണ്ടെത്തിയ പണം എന്തിനു വേണ്ടി എത്തിച്ചതാണെന്നും പോലീസ് വ്യക്തമാക്കിയിട്ടില്ല. ബുധനാഴ്ച രാത്രിയിലാണ് 5.5 കോടി രൂപ വരെ പോലീസ് എണ്ണിത്തിട്ടപ്പെടുത്തി എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. എണ്ണൽ രാവിലെ ആയപ്പോഴേക്കും 28 കോടി രൂപ വരെ എത്തിയിട്ടുണ്ട്. പണത്തിന്റെ ഉറവിടം കണ്ടെത്താനുള്ള ശ്രമം ഊർജിതമാക്കിയിരിക്കുകയാണ് നിലവിൽ പോലീസ്. അഴിമതിക്കെതിരായ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും തുടരുമെന്ന് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരിയും വ്യക്തമാക്കുന്നു. അറസ്റ്റിലായ മിനാർ മണ്ഡൽ ഗതാഗത വകുപ്പിലെ മുൻ ജീവനക്കാരനാണെന്നാണ് സൂചന. അതേസമയം സംഭവം സംസ്ഥാനത്തെ ഇരു തൃണമൂൽ കോൺഗ്രസുകളും ആയുധമാക്കിയിരിക്കുകയാണ്. കുറ്റാരോപിതന് അനുബ്രത മണ്ഡലുമായുള്ള ബന്ധമാണ് ഇരുപക്ഷവും ആയുധമാക്കുന്നത്. കഴിഞ്ഞ മാസം പ്രതിപക്ഷ നേതാവ് ഋതബ്രത ബാനർജി നേതൃത്വം നൽകുന്ന വിമത ക്യാമ്പിലേക്ക് അനുബ്രത മണ്ഡൽ ചേർന്നിരുന്നു. എന്തായാലും രാഷ്ട്രീയപരമായിട്ടും ഈ ഒരു വിഷയങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്യുന്നുണ്ട്.